സ്വിറ്റ്സർലാൻഡിലെ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടുത്തെ വീട് റൂൾസ് പ്രകാരം എല്ലാ വീടിനും വീടിൻ്റെ അടിയിൽ സെല്ലാർ ഉണ്ടാവണം. ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂം. കണ്ടില്ലേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നേഴ്സസ് ഓൺ വീൽസിൻ്റെ അടുത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രാവശ്യം നമ്മൾ ലണ്ടനിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു 7 മണിക്ക് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം പൊന്നൂന് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും കൊച്ചിനെയും കിച്ചും രാവിലെ റെഡിയായി 7 മണിയായപ്പം വന്ന് അവളെയും കൂട്ടി ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഫോക്സ്റ്റോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പിന് പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മൾ എല്ലാ തവണയും ഡോവറിൽ ചെന്നിട്ട് അവിടുന്ന് ഫെറിക്ക് കലായിസിലോട്ട്, ഫ്രാൻസിലെ കലായിസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ പ്ലസ് എടുക്കാറുണ്ട് ഫെറിയിലെ യാത്രാ സമയം. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സ്വിറ്റ്സർലാൻഡ് വരെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അപ്പം നമുക്ക് അതായത് ഫ്രാൻസിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം 8 to 9 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഓൾറെഡി 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8:30 ഫോക്സ്റ്റോൺ എത്തുള്ളൂ. അവിടുന്ന് ഹാഫ് ആൻ അവർ മതി നമുക്ക് ലേ ഷട്ടിലിൽ അപ്പുറം എത്താൻ. അതായത് നമ്മൾ 11 മണിയാകുമ്പോൾ അപ്പുറം എത്തും. പ്ലസ് 1 അവർ ടൈം ചേഞ്ച് ഉണ്ട്. അപ്പോൾ 12 മണിക്ക് എത്തും. അപ്പോൾ ഇൻ കേസ് 9 മണിക്കൂറോ 10 മണിക്കൂറോ എടുത്താലും നമ്മൾ രാത്രി 10 മണിക്ക് മുമ്പ് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ ലേ ഷട്ടിൽ ചൂസ് ചെയ്തത്. അപ്പോൾ 2 മണിക്കൂർ, ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ലേ ഷട്ടിലെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ലേ ഷട്ടിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സ്ഥലമാണ്. ഇത് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അവിടേക്ക് വണ്ടി നിർത്തുക. അപ്പോൾ അവിടുത്തെ സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ അത് ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും അവർ പറയുന്ന രീതിയിൽ നമ്മൾ വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഓടിച്ചങ്ങ് പോവുക. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ചെന്നിട്ട് നമുക്കൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ് ആണ്. അപ്പം നമ്മളിവിടുന്ന് ചെറിയ 1-2 സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് എല്ലാത്തിനും വില കൂടുതലാണല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മളങ്ങനെ വീണ്ടും അവിടുന്ന് വണ്ടി എടുത്ത് പിന്നെ അടുത്ത പാസ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റി ചെക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രാൻസിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ചെക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മളിനി ലേ ഷട്ടിലിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ക്യൂ ആണ്. അപ്പോൾ അവർ ഓരോ ട്രെയിനായിട്ട്, അതായത് ഓരോ ട്രെയിൻ ഓപ്പൺ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളെ ഫ്രണ്ടിലേക്ക് വിടുന്നത്. അപ്പം അടുത്ത ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ ക്യൂവിൽ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇങ്ങനെ അവിടെ കുറേ ട്രെയിനുകൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ശരിക്കും ഈ യൂറോ ടണൽ 3 ടണൽ എന്തോ ആണുള്ളത്. ഒന്ന് പിന്നെ UK നിന്ന് ഫ്രാൻസിലേക്ക് പോകാനുള്ളത്, ഒന്ന് തിരിച്ച് റിട്ടേൺ വരാനുള്ളത്, പിന്നെ നടുക്കുകൂടി ഒരു എമർജൻസി ആക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു ടണലും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ എപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് കയറാനുള്ള ട്രെയിനാണ് ആ റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് അടുത്തേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന്. കണ്ടില്ലേ, നല്ല അടിപൊളി ട്രെയിനാണ്. നമ്മൾ നേരെ എങ്ങും നിർത്തുകയോ ഇറങ്ങുകയോ ഒന്നുമില്ല. നേരെ വണ്ടി ഓടിച്ച് നമ്മൾ അതിലേക്ക് കയറുകയാണ്. അകത്ത് കയറുമ്പം കണ്ടില്ലേ, ഇതുപോലെ ഒരു വണ്ടി പോകാനുള്ള സ്ഥലം, പ്ലസ് 2 സൈഡിൽ കൂടെയും ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ഒരാൾക്ക് വീതം നടന്നു പോകാനുള്ള ചെറിയ സ്ഥലമുണ്ട്. പിന്നെ ഇടയ്ക്ക് ടോയ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷട്ടറുണ്ട്. അവർ കുറേ വണ്ടികൾ ഒരുതി കയറ്റിയിട്ട് അടയ്ക്കും എന്നാണ് മനസ്സിലായത്. എന്നിട്ട് അതിലെല്ലാത്തിലും ഇതുപോലെ ടോയ്ലറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
നമ്മൾ ശരിക്കും ഇതിൽ കയറിയിട്ട് നമ്മുടെ അടുത്ത വണ്ടിയുടെ തൊട്ടടുത്തായിട്ട്, അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് കറക്റ്റ് നമുക്കൊന്ന് ഇരിക്കാനുള്ള സമയമുണ്ട്. ഒന്ന് സീറ്റൊക്കെ ഒന്ന് ചരിച്ച് ഒരു ചാരി ഒരു 30 മിനിറ്റ്സ് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഫ്രാൻസ് എത്തി. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രാൻസ് എത്തി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നല്ല സെറ്റപ്പായിട്ടാണ് തോന്നിയത്. കാരണം ഫെറിയിലാണെങ്കിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ ഒന്നെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെ കയറി 3rd 4th ഫ്ലോറിൽ പോകണം. പിന്നെ നമ്മളവിടെ ഇരിക്കാനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിരിക്കണം. പിന്നെ ചെറിയ ആ ഒരു പിന്നെ നമ്മൾ വാട്ടറിൻ്റെ മുകളിൽ കൂടെ പോകുന്നതിൻ്റെ ആ ഒരു ഫ്ലോട്ടിങ് ഫീലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പം വോമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു കുലുക്കമുണ്ട്, പക്ഷേ ഒന്ന് മയങ്ങേണ്ടവർക്ക് സുഖമായിട്ടിരുന്ന് മയങ്ങുകയും ചെയ്യാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പോലും വേണ്ട എന്നിട്ട് സമയം. പിന്നെ മറ്റേ ഫെറിയിൽ നിന്നാണെങ്കിൽ തിരിച്ചു പോകാൻ സമയത്ത് താഴോട്ട് പോകാൻ എല്ലാവരും കൂടെ ഒരു തെള്ളാണ്. അപ്പം ലിഫ്റ്റിലൊക്കെ നിറയെ ആളായിരിക്കും, അല്ല സ്റ്റെയറിലൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ കുറച്ച് താമസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയിൽ ആളില്ലെങ്കിൽ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം. അവർ വണ്ടി എടുത്താലേ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഇതിപ്പോൾ എല്ലാവരും വണ്ടിയിൽ തന്നെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു താമസവും ഇല്ല. 30 മിനിറ്റ്സ് കൊണ്ട് കറക്റ്റ് നമ്മൾ ഫ്രാൻസിൽ ഇറങ്ങുന്നു. ഫ്രാൻസ് കൺട്രി സൈഡൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്കിങ്ങനെ കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ കൃഷികൾ ആണ് കാണുന്നത്. അതായത് ഈ മഞ്ഞായിട്ട് കാണുന്ന എല്ലാം റാപ്സീഡ് ഓയിലിൻ്റെ കൃഷിയാണ്. റാപ്സീഡിൻ്റെ കൃഷിയാണ്, അതായത് റാപ്സീഡ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സീഡാണ് റാപ്സീഡ്. അപ്പം ഇങ്ങനെ ഫ്രാൻസിൽ എനിക്ക് തോന്നുന്ന എങ്ങോട്ട് നോക്കിയാലും കൃഷിയാണ്. എനിക്ക് തോന്നി റാപ്സീഡ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രാജ്യം ഫ്രാൻസും ജർമ്മനിയാണ്. അപ്പം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു സർവീസ് സെൻറ്ററിൽ നിർത്തി അത്യാവശ്യം ഓരോ കോഫിയും ചെറിയ വിശപ്പിന് അങ്ങനെ ഓരോ സ്നാക്സൊക്കെ കഴിച്ചു. അപ്പം നമുക്ക് ഈ റാപ്സീഡ് ഒന്ന് അടുത്ത് കാണണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ അതിനുവേണ്ടി നമ്മളൊരു അടിപൊളി പാർക്കിംഗ് ഒക്കെ കണ്ട് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഇതൊന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം റാപ്സീഡും അതിൻ്റെ ഫ്ലവറും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് നോക്കാം. ഫുൾ മഞ്ഞയായിട്ട് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിഷുവിൻ്റെ സമയമാണ്. ഇന്ന് 12 അപ്പോൾ 14 വിഷു. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് നമുക്ക് നാട്ടിലാണെങ്കിൽ കൊന്നപ്പൂവ്, അപ്പം ഇവിടെ നമുക്ക് റാപ്സീഡിൻ്റെ ഫ്ലവറാണ് കാണാൻ പറ്റിയത്. നല്ല രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്, കുട്ടികളാണെങ്കിലും കുറച്ച് നേരം വണ്ടിയിലിരുന്ന് അവർക്കും കുറച്ച് നേരം ഓടിയും ചാടിയൊക്കെ ചെയ്ത് എല്ലാവർക്കും ഒരു റിലാക്സിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറുകയാണ്. കാരണം നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ നമുക്ക് രാത്രിക്ക് മുമ്പ് എത്തണം. നമ്മൾ ശരിക്കും എങ്ങും നിർത്താതെ പോകുകയാണെങ്കിൽ 10 മണിക്ക് നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിൽ എത്തത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ഓൾറെഡി 2 ബ്രേക്ക് എടുത്തു. അപ്പം ഏകദേശം 1.5 മണിക്കൂർ എക്സ്ട്രാ ആയി. അപ്പം നമ്മൾ ഇനി എങ്ങനെ പോയാലും 11 മണിക്ക് ശേഷമേ അവിടെ എത്തുള്ളൂ. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് ബോർഡർ കടന്നിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുകയാണ്. ഏകദേശം 10:15 ഇവിടെ സമയം. ഇത് UK വിൻ്റർ ടൈമാണ് ഇതിൽ കാണിക്കുന്നത്, തെറ്റാണ്.
ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ അക്കോമഡേഷൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ സൂറിക്കിലാണ് താമസിക്കുന്നത്, അതായത് ഈ ട്രിപ്പിന് വന്നിട്ട്. അപ്പം നമ്മുടെ അക്കോമഡേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇതൊരു 2 ബെഡ്റൂം ഫ്ലാറ്റാണ്. സൂറിക്കിലെ ഫ്ലാറ്റ് എങ്ങനെയാണെന്നും ഇവിടെ കെല്ലർ അല്ലെങ്കിൽ സെല്ലാർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതും ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് റൂം പ്ലസ് കിച്ചൺ. കണ്ടില്ലേ, നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആൽപ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. കണ്ടില്ലേ, ഇത് ലിവിങ് സ്പേസ് ആണ്. ടി വി, സോഫ കാര്യങ്ങൾ. കണ്ടില്ലേ, എല്ലാ സൈഡിലോട്ടും വിൻഡോസൊക്കെ ഉണ്ട്. നല്ല എന്താണ് ലൈറ്റും വെന്റിലേഷനും ഒക്കെ നല്ല അടിപൊളിയാണ്. താഴെ റോഡ് സൈഡ് തന്നെ. പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കിച്ചൺ. ഇത് നമ്മുടെ ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് ബെഡ്റൂം. കണ്ടില്ലേ, ഫുള്ളി ലൈറ്റ്. ബെഡ്റൂം കം ഓഫീസ്. ഫ്രണ്ട് ഓഫീസായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ വന്നുകൊണ്ട് ഇതാണ് ഇവിടെ. എന്നാലും നമുക്ക് ആൽപ്സ് കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് -1 നമ്മൾ പാർക്ക് ചെയ്യുന്നത്. പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് കയറി ഇത് 5th ഫ്ലോറാണ്. ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ വീട് ഇതാണ്. ഇതല്ലേ, പിന്നെ നമ്മുടെ കയറി വരുന്ന ഒരു ലെങ്തി സ്പേസ് ആണ്. ഇവിടുന്ന് നമുക്ക് ഔട്ട് സൈഡ് ഇറങ്ങിയ വ്യൂ ഒക്കെ കാണാൻ പറ്റും. അല്ലേ, സൂറിച്ച് സിറ്റി തന്നെയാണ്. സൂറിച്ച് സിറ്റിയുടെ ഒരു ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഔട്ടറാണ്. ഇവിടെ നിന്ന് ആൽപ്സ് കാണാം. തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഒരു അരുവി ഒരു ചെറിയൊരു തോട്, പുഴ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ ടോയ്ലറ്റ് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. പിന്നെ ഇതിനും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ വീടിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടുത്തെ വീട് റൂൾസ് പ്രകാരം എല്ലാ വീടിൻ്റെ അടിയിൽ സെല്ലാർ ഉണ്ടാവണം. സെല്ലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് ആണ്. ഇപ്പോൾ അതായത് എക്സാമ്പിൾ ഇവിടെ ഫ്ലാറ്റാണ്. അപ്പോൾ ഓരോ ഫ്ലാറ്റുകാർക്കും ഒരു ചെറിയ റൂം പോലെ, അതായത് -2 ഇവിടെ. അതുപോലെ വീടിന് -1 പാർക്കിംഗ് ഉണ്ടാവണമെന്നൊരു നിർബന്ധമാണ്. പാർക്കിങ്ങിനും താഴെ, അതായത് 2 ഫ്ലോർ താപ്പോട്ട് സെല്ലാറുണ്ട്. അപ്പോൾ ഈ സെല്ലാർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വിറ്റ്സർലാൻഡ് രാജ്യം ഒരു അറ്റോമിക് ആക്രമണത്തിന് എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അതായത് എന്തെങ്കിലും വാറ് അതുപോലെ അറ്റോമിക് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സേഫായിട്ടിരിക്കാനുള്ള ഒരു സ്പേസാണ്. അവിടെ ഓക്സിജനും മീൻസ് വെന്റിലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ലൊരു റൂമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കും അധികം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാലും വലിയ കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മളത് കണ്ടത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കയറി -2 പോകാം. എന്നിട്ട് നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ -2 എത്തി. അപ്പം നമുക്ക് സെല്ലാർ കാണിച്ചു തരാം. ഈ ഫ്ലാറ്റിൽ ഏതാണ്ട് 10 ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഉള്ള സെല്ലാറാണ്. സെല്ലാറിനുള്ള ജർമ്മനിൽ കെല്ലർ എന്നാണ്. അതാണ് ഈ കെല്ലർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള സെല്ലാറാണ്. നമ്മളിപ്പോൾ -2 ഇതിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ സെല്ലാർ കാണിച്ചു തരാം. എല്ലാവർക്കും ഉള്ള സെല്ലാറുകളാണ്. അപ്പം ഇതാണ് ഇവരുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിന് വേണ്ടി കൊടുത്തേക്കുന്ന സെല്ലാറ്. അപ്പം ഇതിനകത്ത് അവരിപ്പോൾ സാധനങ്ങളൊക്കെ വെക്കുവാണ്. കാരണം ഒരു സ്റ്റോറേജ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു റൂമാണ്. എന്തല്ലേ, വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് അതായത് എന്തെങ്കിലും ആക്രമണം ഒക്കെ ഉണ്ടായി ഇവിടെ താമസിക്കേണ്ടി വന്നാൽ, കുറച്ച് നാൾ ഇരിക്കേണ്ടി വന്നാൽ, അപ്പോൾ ഓക്സിജനും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് സ്വിറ്റ്സർലാൻഡ് വീടുകളിലുള്ള സെല്ലാറ്. നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് 10 ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ സൂറിക്ക് സിറ്റിയും അതുപോലെ സ്വിറ്റ്സർലാൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ ബൈ.